പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ നബിദിന രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. ഇന്ന് റബീഉൽ അവ്വൽ 11 ആണ്, നാളെ റബീഉൽ അവ്വൽ 12. റബീഉൽ അവ്വൽ 12 നാളത്തെ സുബഹിയോടടുത്ത സമയത്താണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടം സംഭവിക്കുന്ന ഒരു 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ ഇനി വലിയ മൗലിദ് വരാൻ പോവുകയാണ് അല്ലെ. റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ 11 വലിയ രൂപത്തിൽ മങ്കൂസ് മൗലിദ് ആണെങ്കിൽ അല്ലെങ്കിൽ ഷറഫുൽ അനാം മൗലിദൊക്കെ മുഴുവനായും പാരായണം ചെയ്യുന്ന സദസ്സുകൾ ഇനി നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ആ സദസ്സിൽ നമ്മൾ പാലിക്കേണ്ട ഒരു 7 മര്യാദകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മൗലിദിന്റെ സദസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു 7 കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസവും നാളെയൊക്കെ നമുക്ക് ഓതാൻ പറ്റുന്ന ചെറിയ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെ. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നബിതങ്ങൾ അഭിസംബോധന ചെയ്തിട്ട് അല്ലാഹു തആല തുടങ്ങുന്ന സൂറത്താണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്വലാത്ത്, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്വലാത്തും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവസാനം വരെ കേൾക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ, മനുഷ്യന്റെ ഷർറ്, ശൈത്വാന്റെ ഷർറ്, റൂഹാനിയ ഷർറ് എല്ലാത്തിനെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് റബ്ബ് തആല നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പ്രതിസന്ധി അനുഭവിക്കുന്ന രോഗത്തിലാണ്. അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ ഇന്ന് റബീഉൽ അവ്വൽ 11 തിങ്കളാഴ്ച ദിവസമാണ്. നാളെ അൽഹംദുലില്ലാ നമ്മളൊക്കെ കാത്തിരിക്കുന്ന റബീഉൽ അവ്വൽ 12 മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ദിനമാണ്. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നബി ദിന രാവിലേക്ക്, റബീഉൽ അവ്വൽ 12 രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും, നബിതങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സ്വലാത്തുകളും അതുപോലെ നബിതങ്ങളെ പറയുന്നതും പാടുന്നതും നമ്മുടെ മൗലിദും സ്വലാത്തും എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് അൽഹംദുലില്ലാ റബീഉൽ അവ്വൽ 11 ഇന്ന് റബീഉൽ അവ്വൽ 11 ഇന്ന് മൗലിദ് ഗ്രാൻഡായി മൗലിദ് നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഇന്ന് അസറിന് ശേഷം, ഇന്ന് റബീഉൽ അവ്വൽ 11 ഇന്ന് അസറിന് ശേഷമാണ് നമ്മുടെ പള്ളിയിൽ വലിയ മൗലിദ് നടക്കാറുള്ളത്. അസറിന് ശേഷം വലിയ മൗലിദ് ഉണ്ടാകും. അതുപോലെ തന്നെ യാസീനോദി ദുആരക്കും, അതുപോലെ തന്നെ ഏകദേശം 1000-ലധികം വരുന്ന ആളുകൾ ഉണ്ടാകും. അവർക്കൊക്കെ ഭക്ഷണം പൊതി വിതരണം ചെയ്യുന്ന ഒരു വിശാലമായ മൗലിദ് സദസ്സ് ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുകയാണ്. പല പള്ളികളിലും നാളെ റബീഉൽ അവ്വൽ 12 നാളെ ചിലപ്പോൾ രാവിലെ മൗലിദ് ഉണ്ടാകും. ചില സ്ഥലങ്ങളിൽ നാളെ വെളുപ്പിന് മൗലിദ് ഉണ്ടാകും. അങ്ങനെ ഓരോ മഹല്ലിലും അല്ലെങ്കിൽ ഓരോ പള്ളിക്കും അനുയോജ്യമായ നിലയിൽ മൗലിദിന്റെ മജ്ലിസൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അൽഹംദുലില്ലാ എല്ലാം ഖൈറാണ്. അല്ലാഹു തആല നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു. എല്ലാം അല്ലാഹു തആല നമ്മുടെ ഇഹപര വിജയത്തിന് നിദാനമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് റബീഉൽ അവ്വൽ 11 അപ്പോൾ ഇന്നും ഇൻഷാ അല്ലാഹ് ഇനി നാളെയുമൊക്കെയായി വലിയ മൗലിദുൽ അക്ബർ, വലിയ മൗലിദ്. ഇത്രയും ദിവസം നമ്മൾ മങ്കൂസ് മൗലിദ് ഓതി, മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ ചിലപ്പോൾ 2 ഹിക്കായത്തോ അല്ലെങ്കിൽ 3 ഹിക്കായത്തൊക്കെ ഓതി ദുആ ചെയ്യലായിരുന്നു പതിവ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല. റബീഉൽ അവ്വൽ 11 അല്ലെങ്കിൽ 12 മങ്കൂസ് മൗലിദ് അല്ലെങ്കിൽ ഷറഫുൽ അനാം മൗലിദ്, ഏത് മൗലിദാണോ ഓതുന്നത് അത് മുഴുവനായും പാരായണം ചെയ്ത് യാസീനൊക്കെ ഓതി വിശാലമായ ദുആയായിരിക്കും. ഈ മൗലിദിന് ശേഷമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോൾ നെയ്ച്ചോറുണ്ടാകും, തേങ്ങാച്ചോറുണ്ടാകും, ബിരിയാണി ഉണ്ടാകും. പല നാട്ടിലും പല ഭക്ഷണങ്ങളെ ആയിരിക്കും. അപ്പോൾ ആ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് സംഭാവന കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഉജീനം കൊടുത്തിട്ടുള്ള ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി വിശാലമായ ദുആ ഉസ്താദുമാരും നടത്താറുണ്ട്. പറഞ്ഞു വന്നത്, അപ്പോൾ ഈ വലിയ മൗലിദ്, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് വലിയ മൗലിദാണ്. ചിലപ്പോൾ അത് ഇന്നാവാം, ചിലപ്പോൾ നാളെ ആവാം. ഇനിയിപ്പോൾ റബീഉൽ അവ്വൽ 30 വരെ മൗലിദ് നടക്കുന്ന പല പള്ളികളും വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല സമയത്തും നമ്മൾ അശ്രദ്ധമായി പോയി മൗലിദിന്റെ സദസ്സിൽ നല്ല സുഗന്ധപൂരിതമാവണം.
മൗലിദിന്റെ സദസ്സ് നല്ല സുഗന്ധപൂരിതമാവണം. ഇപ്പോൾ നമ്മുടെ അൽഹംദുലില്ലാ ഇത്ര ദിവസം നമ്മൾ നമ്മുടെ ചാനലിലൂടെ മഗ്‌രിബിന് ശേഷം മൗലിദ് ഓതിയിട്ടുണ്ട് അല്ലേ. 2 ഹിക്കായത്ത് ഓതി നമ്മൾ ദുആ ചെയ്തു. അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മഗ്‌രിബിന് ശേഷം നമ്മുടെ ചാനലിൽ മങ്കൂസ് മൗലിദ് പൂർണ്ണമായും നമ്മൾ പാരായണം ചെയ്ത് ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ വിശാലമായിട്ട് ദുആ ചെയ്യും. അപ്പോൾ ഈ മൗലിദ് ഓതുന്ന സമയത്ത് ഒരു ചന്ദനത്തിരിയെങ്കിലും ഒന്ന് കത്തിച്ചു വെക്കൽ നല്ലതാണ്. ഇനി അതില്ല എങ്കിൽ ഒരു ചെറിയ മണമുള്ള അത്ര ഉണ്ടാവില്ല, അത്ര പൂശലോ അത് പ്രത്യേകം സുന്നത്താണ്. മൗലിദിന്റെ സദസ്സിൽ സുഗന്ധം ഉണ്ടാവണം. അപ്പോൾ മലക്കുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സുഗന്ധം. അപ്പോൾ മലക്കുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. മാത്രമല്ല രണ്ടാമത്തെ കാര്യം, അശ്രദ്ധമായി നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഇതുവരെയുള്ള ദിവസങ്ങളൊക്കെ മൗലിദ് ചൊല്ലുന്നുണ്ട്, പല അശ്രദ്ധ ചിന്തകളൊക്കെ ആയിരിക്കും. ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അമിതമായ ശബ്ദം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ, ഇപ്പോൾ പള്ളിയിലൊക്കെ മൗലിദ് ചൊല്ലുമ്പോൾ നിസ്കരിക്കാൻ വരുന്ന, ചിലപ്പോൾ അല്പം താമസിച്ചൊക്കെ നിസ്കരിക്കാൻ വരുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ പ്രയാസമാകുന്നുണ്ടെങ്കിൽ മൈക്കിലൂടെയൊക്കെ ഭയങ്കര ഒച്ചയിൽ ഇങ്ങനെ മൗലിദ് ഓതുന്നത് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. അത് നിസ്കരിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ആദ്യമൊക്കെ ചൊല്ലും, പിന്നെ അങ്ങോട്ട് കഴിയുമ്പോൾ അതങ്ങോട്ട് പതിയാവും. അങ്ങനെയല്ല, നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയുക. പിന്നെ കളിച്ചിരി തമാശകളൊക്കെ ഉപേക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ ബൈത്തിനും ജവാബുകൾ ചൊല്ലുക. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അല്ലേ. അതിന് ജവാബ് ഓരോ 2 വരി കഴിയുമ്പോഴും ഈ അസ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക. അതുപോലെ തന്നെ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, അതും ജവാബാണ്. അതിങ്ങനെ 2 വരി കഴിയുമ്പോൾ അത് എടുത്തെടുത്ത് ചൊല്ലുക. അങ്ങനെ ഇപ്പോൾ ഈ ജവാബുകളൊക്കെ എടുത്തു ചൊല്ലുക. ചില ഉമ്മമാർ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾക്ക് മൗലിദ് ഓതാൻ അറിയില്ല, അകപ്പാടെ മദ്രസയിൽ 1-2 ക്ലാസ്സിലേ പോയിട്ടുള്ളൂ, പിന്നെ ജീവിത പ്രാരാബ്ധമായതുകൊണ്ട് പിന്നെ മദ്രസയിലൊന്നും പോയിട്ടില്ല, യാസീനൊക്കെ എങ്ങനെയോ ഓതും, ഈ മൗലിദൊന്നും അങ്ങനെ ഓതാറില്ല, അല്ലെങ്കിൽ ഓതിയിട്ടില്ല, ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല. വേണ്ട, ഓതണ്ട. നിങ്ങൾ ഈ ചാനലിലൂടെ അൽഹംദുലില്ലാ ഇത്രയും ദിവസം നിങ്ങൾ കേട്ടിരുന്നില്ലേ, അതിന് തന്നെ വലിയ പ്രതിഫലമാണ്. മൗലിദ് ഓതുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അവിടെ ഇരുന്നാൽ മതി. ആ മജ്‌ലിസ് ആ മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലോ അത് ഓണാക്കിയിട്ട് ഇരുന്നാൽ തന്നെ അത് വലിയ ഖൈറാണ്. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബിദിന രാവ് അൽഹംദുലില്ലാ നമ്മളിലേക്ക് ഇന്നത്തെ മഗ്‌രിബോട് കൂടി വരികയാണ്. അപ്പോൾ മൗലിദിന്റെ സദസ്സിൽ അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉണർത്തിയത്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ നബിദിന രാവ്. നബിദിന രാവ് എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നു അഫ്ദലു മിൻ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത വരുന്ന രാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതരായ നബി തങ്ങൾ ജനിച്ച ആ രാവ്. അന്തോസാദ അങ്ങനെ പറയുന്നു, ലൈലത്തുൽ ഖദറല്ലേ ഏറ്റവും വലിയ മഹത്വം. അതേ, ഏറ്റവും വലിയ മഹത്വം ലൈലത്തുൽ ഖദറാണ്. അത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ അല്ലെ. 1000 മാസം ഉണ്ടായതും ഈ രാത്രി ഉണ്ടായതും പകലുണ്ടായതും ഈ മാസവും വർഷവും ലോകവും ഒക്കെ ഉണ്ടായത് ആര് കാരണമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദർ തന്നെ ഉണ്ടാവാൻ കാരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ലൈലത്തുൽ മൗലിദ്, നബിതങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ആ രാത്രി ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രിയാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. സുന്നത്തുകൾ മുറുകെ പിടിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുക, കുടുംബ ബന്ധം ചേർക്കുക. ഇന്നത്തെ ദിവസം പിണങ്ങി കഴിയുന്ന ആരും ഉണ്ടാവരുത്. കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിണങ്ങി കഴിയുക. അപ്പൊ പിണങ്ങി വഴക്കിട്ട് കഴിയുന്ന ഒരവസ്ഥ എന്നിട്ടും ഇങ്ങനെ മൗലൂദൊക്കെ ഓതി നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മൗലൂദ് ഓതിയാലും പ്രതിഫലം കിട്ടാത്ത ചില ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും അല്ലാഹു തആല സ്വീകരിക്കാത്തൊരു വിഭാഗമാണ് പിണങ്ങിക്കഴിയുന്ന ആളുകൾ, കുടുംബ ബന്ധം മുറിച്ചവർ, അയൽവാസ ബന്ധം മുറിച്ചവർ. അങ്ങനെയുള്ളവരുടെ ഇബാദത്ത് പോലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിണങ്ങിയവരെ ഇണങ്ങാൻ ഒരു സലാമെങ്കിലും പറഞ്ഞ് നമ്മൾ വെക്കുക. അതുപോലെ തന്നെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലേണ്ട പകലാണ്, രാത്രിയാണ്. ഈ സ്വലാത്ത് പല രൂപത്തിലുണ്ട്. നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു സ്വലാത്താണ്. അതുമാത്രമല്ല, അതല്ലാതെ നമുക്ക് ഏതെല്ലാം സ്വലാത്തുകൾ അറിയാമോ? ഇപ്പൊ ഈ മൗലിദിൽ നമ്മൾ ഓതുന്ന സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ,
അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അതൊരു സ്വലാത്താണ്. മൗലിദിന്റെ വചനമാണെങ്കിലും ബൈത്തിന്റെ ഈരടിയാണെങ്കിലും അതും എന്താണ്? സ്വലാത്താണ്. അപ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് മാത്രമല്ല സ്വലാത്ത്. ഇതല്ലാതെ നബിതങ്ങളെ പുകഴ്ത്തിപ്പറയുന്ന, വാഴ്ത്തിപ്പറയുന്ന, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഗുണവും രക്ഷയും കിട്ടണേ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്താണ്. ഒരു സ്വലാത്ത് ഇന്നത്തെ ദിവസം എൻ്റെ ഉമ്മമാർക്കും വാപ്പമാർക്കും ഒന്ന് പറഞ്ഞു തരട്ടെ. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും വേണ്ടി നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. ഈ സ്വലാത്ത് സ്വലാത്തുൽ കുല്ലിയ എന്നറിയപ്പെടുന്ന സ്വലാത്താണ്. അസ്വലാത്തുൽ കുല്ലിയ, എല്ലാം ചേർത്ത് ഇണക്കപ്പെട്ട് മുഴുവനായ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് എങ്ങനെയാണ്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇത് സാധാരണ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നബിതങ്ങൾക്ക് സ്വലാത്ത് മാത്രമാണ് പറയാറുള്ളത്. ഇത് സ്വലാത്തുമുണ്ട് സലാമുമുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, അല്ലാഹുവേ ഗുണവും രക്ഷയും. എടുത്തവിടെ പറയുന്നു അല്ലാഹുവേ ഗുണവും രക്ഷയും അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനും, നബി തങ്ങളുടെ കുടുംബത്തിനും നീ കൊടുക്കണേ അല്ലാഹ്. എന്ത് കൊടുക്കണം? നിന്റെ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാഹ്. ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്, ഓരോ സെക്കൻഡിനും ഓരോ ശ്വാസത്തിനും പകരമായി അള്ളാഹുവേ എണ്ണമറ്റ ഗുണവും രക്ഷയും നീ നബിതങ്ങൾക്ക് കൊടുക്കണേ എന്നാണ് നമ്മൾ ഈ പറയുന്ന സ്വലാത്തിന്റെ അർത്ഥം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ സ്വലാത്ത് പഠിച്ചു വെക്കുക. മൗലിദിന്റെ സദസ്സിൽ ചെയ്യേണ്ട ചില മര്യാദകൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നത്തെ മഗ്രിബോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് രാവ് വരികയാണ്. അതുകൊണ്ട് നല്ലവണ്ണം ദുആരക്കണം. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. ഈ നബിതങ്ങളുടെ ഈ പിറവി കണ്ടിട്ടാണ് ഇബ്ലീസ് നാണം കെട്ട്, ഇബ്ലീസ് അട്ടഹസിച്ചുകൊണ്ട്, അവൻ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ഓടിയെന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഈ രാവെന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാവാണ്. മലക്കുകൾ സന്തോഷിക്കുന്ന രാവാണ്. മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന രാവാണ്. അതുകൊണ്ട് ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, കറാഹത്തുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. നമ്മുടെയൊക്കെ നാടുകളിൽ ചിലപ്പോൾ ഈ മതപ്രഭാഷണ സദസ്സൊക്കെ ഉണ്ടാകും. കഴിയുന്നവരൊക്കെ അവിടെ പോയി പങ്കെടുക്കുക, അവിടുത്തെ ദുആകളിലൊക്കെ പങ്കെടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മൾ ചെയ്ത എന്തെല്ലാം നന്മകളുണ്ടോ എല്ലാം അനുകൂലമാക്കി തരുമാറാവട്ടെ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് റബീഉൽ അവ്വൽ മാസത്തെ സ്വീകരിക്കാനും അതിലൊക്കെ സ്വലാത്തുകളും സലാമുകളൊക്കെ പറയാൻ അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നബിദിന രാവിലെ പ്രത്യേകമായി നമുക്ക് ഓതാൻ പറ്റുന്നൊരു സൂറത്ത്, അത് സൂറത്തുൽ മുസമ്മിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല വിളിച്ച ഒരു പേരാണ് യാ അയ്യുഹൽ മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. അല്ലേ? മൂടിപ്പുതച്ച് കിടക്കുന്ന നബിയെ എഴുന്നേക്കുക. നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ചില വചനങ്ങൾ പറഞ്ഞ വചനങ്ങൾ ആയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ഒരു മനുഷ്യൻ സൂറത്തുൽ മുസമ്മിൽ സ്ഥിരമായി ഓതുകയാണെങ്കിൽ അവനോടാരും പിണങ്ങൂല, അവനിക്ക് ആരോടും പിണങ്ങേണ്ടി വരില്ല. മാത്രമല്ല അതെന്താണ്? നമ്മുടെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന, നമ്മുടെ പ്രതിസന്ധി സമയത്തൊക്കെ നമുക്കൊരു കരുത്താകുന്ന സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. അതുകൊണ്ട് സൂറത്തുൽ മുസമ്മിൽ ഇന്ന് ഓതാൻ പറ്റുന്നവർ ഓതുക, ഇന്നത്തെ രാത്രി ഓതാൻ പറ്റുന്നവർ ഓതുക. എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ അത് ഏറ്റവും ഖൈറാൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ മുസമ്മിൽ നിത്യമാക്കാൻ, ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച സ്വലാത്ത് അതൊക്കെ സ്ഥിരമാക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ അല്ല ഈ മൗലൂദും സ്വലാത്തൊക്കെ ഓതേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഈ മൗലൂദും സ്വലാത്തും അദ്കാറും ഒക്കെ ചൊല്ലേണ്ടതുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആരക്കുക. എല്ലാവരും പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആരക്കുക. ധാരാളം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക. മൗലിദിന്റെ സദസ്സിലിരിക്കുമ്പോൾ അദബ്, മര്യാദ
മര്യാദ നമ്മൾ പാലിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അനവധി ആളുകൾ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. എല്ലാവരുടെയും ബുദ്ധിമുട്ട് പ്രതിസന്ധികളും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.